ഒരു നിമിഷം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന ഈശോയുടെ സ്നേഹവാഗ്ദാനം. പരിശുദ്ധാത്മാവാണ് പ്രിയരെ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്നത്. ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറുമെന്ന ദൈവത്തിൻ്റെ സ്നേഹവാക്കുകൾ നമ്മുടെ ജീവിതത്തിലും ഉണർവായി മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇരുകരങ്ങളും ഉയർത്താം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണമേ എന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ദിവ്യ സ്നേഹത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും ഹൃദയപൂർവ്വം കരങ്ങൾ വിരിച്ചു പിടിച്ച് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മ സെഹിയോൻ മാളികയിൽ അപ്പസ്തോല ഗണങ്ങളോട് ചേർന്നിരുന്ന് അവരെ ഒരുക്കിയ ആ ദിവ്യമായ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്തുകൊണ്ട് സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ചേർന്ന് പാടാം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഇങ്ങനെ ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു. അമ്മ ചേർത്ത് പിടിക്കണമേ. ഓ മാതാവേ, സ്വർഗരാജ്ഞി, അമ്മയോടൊപ്പം ചേരാ മക്കൾ ഈശോനാഥ സ്നേഹാരൂപ മാതാവിനൊപ്പം വാഴ്ത്താം നാഥ. നല്ലയമ്മേ മേരി മാതേ, അങ്ങേ മുമ്പിൽ വന്നു നിൽക്കും മക്കളെ നീ കാണണമേ. മാതാവേ വാഴ്ക, നീതിമാനേ മാർ യൗസേപ്പേ, മക്കളെ നീ കാക്കേണമേ. തിന്മകളിൽ വീണിടാതെ കാക്കണേ താതാ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന പരിശുദ്ധ മറിയം നിങ്ങൾ ചൊല്ലുമ്പോൾ അത് ഭക്തിയോടെ ശ്രദ്ധയോടെ നിർത്തി അതിൻ്റെ അർത്ഥവും ആഴവും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണമേ. പലപ്പോഴും പ്രാർത്ഥന ഹൃദിസ്ഥമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് അധര വ്യായാമമായി ഇത് മാറുന്നുണ്ട്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. അങ്ങനെയല്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ ജപമാല ഭക്തിയോടെ പ്രാർത്ഥിക്കുവിൻ. എൻ്റെ ശത്രു എന്നോട് ആക്രോശിക്കുന്നു, നിന്റെ മക്കളെ ഞാൻ തകർക്കും. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദൈവം സർപ്പത്തോട് പറഞ്ഞു, ആ സർപ്പം അന്നും ഇന്നും എന്നും ഇതാ ആക്രോശത്തോടെ വിദ്വേഷത്തോടെ മാനവകുലത്തോട് ഏറെ പകയോടെ അവൻ കടന്നാക്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നു, കുഞ്ഞേ ജപമാല നീ മുറുകെ പിടിക്കുക. ജപമാല പ്രാർത്ഥന ഭക്തിയോടുകൂടി നീ അർപ്പിക്കുക. എൻ്റെ ദുഷ്ടന്റെ കുടീരങ്ങളെ തകർത്തെറിയാൻ ശക്തമായ ആയുധമാണ് ജപമാല. അമ്മ വീണ്ടും വിശുദ്ധ ഡോമിനിക്ക് വഴി പറഞ്ഞു. ഡോമിനിക്ക് നമ്മോട് പറയുന്നു, നീ ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ സാത്താൻ അലറി വിളിക്കുകയും നരകം നടുങ്ങി വിറക്കുകയും ചെയ്യും. അത്രയും ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയെങ്കിൽ ഒരിക്കലും അത് അലസമായല്ല, അലക്ഷ്യമായല്ല, അത് വെറുതെ അധരവ്യായാമമായല്ല, മറിച്ച് ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി നാം ചൊല്ലണം. അതുകൊണ്ട് ഞാൻ ഇവിടെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലും. നിങ്ങൾ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ എന്ന പ്രാർത്ഥന നിർത്തി ഭക്തിയോടെ ശ്രദ്ധയോടെ അർപ്പിക്കണമേ. അതിന്നു മാത്രമല്ല, നിങ്ങളുടെയും എൻ്റെയും ജീവശ്വാസം നിലയ്ക്കുന്നത് വരെ ഈ പ്രാർത്ഥനയിൽ ആഴപ്പെടണം നമ്മൾ. അത് വെറുതെ അധരവ്യായാമമാകരുത്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വാക്യം, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം ജീർണിച്ചു പോകും. പ്രിയമുള്ളവരെ, ദൈവഭക്തിയിൽ ദൃഢത വേണം, തീഷ്ണത വേണം. അതെന്തെങ്കിലും കാര്യം കാണാൻ മാത്രമാകരുത്, മറിച്ച് എൻ്റെ ദൈവത്തോടുള്ള ഒരു തേറ്റമായിരിക്കണം, തീഷ്ണതയായിരിക്കണം. അതുകൊണ്ട് അത് വെറുതെ കൊന്തചൊല്ലുമ്പോൾ മാത്രമല്ല, എൻ്റെ ദേവാലയ സമീപനങ്ങൾ, പള്ളിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ, പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, ആ കുർബാനയിൽ ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ അതൊക്കെ അലസമായാണോ അലക്ഷ്യമായാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആയതിനാൽ ഞാൻ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ നിങ്ങൾ പരിശുദ്ധ മറിയം ചൊല്ലുന്നു. എങ്ങനെ? അത് ഭക്തിയോടെ. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന എല്ലാവരും ചൊല്ലണമേ. സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ തോമാസ് ശ്ലീഹായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. ചാബറ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. യോപ്രാസ്യാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം ത്രേസ്യായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മദർ തെരേസായേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അപേക്ഷിക്കണമേ. ജോൺ പോൾ പാപ്പായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛ, ഞങ്ങൾക്ക് വേണ്ടി വാഴ്ത്തപ്പെട്ട റാണി മരിയായേ, ഞങ്ങൾക്ക് വേണ്ടി സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി സകല വാഴ്ത്തപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി സകല ധന്യരെ, ഞങ്ങൾക്ക് വേണ്ടി സകല ദൈവദാസരെ, ഞങ്ങൾക്ക് വേണ്ടി സകല രക്തസാക്ഷികളെ, ഞങ്ങൾക്ക് വേണ്ടി
വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ ദൂതന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ ദൂതന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ ദൂതന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വലതുകരമൂർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പര സ്തുതിയല്ല നമുക്ക്. കേട്ടില്ല. എന്നാൽ പിന്നെ ഈ ഒച്ച ആദ്യമേ ഉണ്ടാകാതിരുന്ന എന്തിയെ? പ്രിയമുള്ളവരെ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു ചെറിയ കാര്യമാണോ അതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും യഥാർത്ഥ ദൈവത്തേറ്റമുണ്ടാകണം. അതൊരു ഈശോ മിശിഹായ്ക്ക് ചൊല്ലിയാലും മതി. നമ്മൾ ചൊല്ലുന്നത് എങ്ങനെയാ? ആകാശത്തിന് കീഴെ മാനവരക്ഷയുടെ ഏക രക്ഷാനാമമായ ആ ഈശോ നാമം അത് വെറുതെ ഇങ്ങനെ ചൊല്ലിയാ പോരാ. ആ വ്യക്തിയിൽ ഈശോയെ കണ്ടുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ചൊല്ലുമ്പോൾ, ആ ഈശോ നാമം ഒരു തവണ ഉച്ചരിക്കുമ്പോൾ എൻ്റെ ഓരോ കോശങ്ങളിലേക്കും നിന്റെ ഓരോ കോശങ്ങളിലേക്കും സൗഖ്യമായി, ശാന്തിയായി, സമാധാനമായി, സന്തോഷമായി ആ രക്ഷാനാമം അലിഞ്ഞു ചേരും. നിന്നെയും എന്നെയും ബലപ്പെടുത്തും, സൗഖ്യം നൽകും, ശാന്തി നൽകും. അതുകൊണ്ട് യേശുനാമം ഈശോയ്ക്ക് പറഞ്ഞാൽ പോരാ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുക. ഭരതകരമൂർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം നമുക്ക്. എൻ്റെ ആദരണീയരായ എൻ്റെ സ്നേഹ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബെന്നിയച്ഛനും പീറ്ററച്ഛനും നമ്മുടെ ബഹുമാനപ്പെട്ട ജോയ്സൺ ബ്രദറൊക്കെ ഇവിടെ ആയിരിക്കുമ്പോൾ, ജോയ്സൺ ബ്രദർ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഓർക്കുന്നത് 2010 പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടിയ പള്ളിയിൽ, വിശുദ്ധ നാട്ടിൽ, അവിടെ ഞങ്ങൾ ഇവിടുന്ന് ബഹുമാനപ്പെട്ട മുണ്ടാടൻ ജോസച്ചൻ്റെ കൂടെ ഞങ്ങൾ പോകുമ്പോൾ, അവിടെ ഈ മംഗളവാർത്ത പള്ളിയുടെ, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഗലീലി എന്നൊരു ഹോട്ടലിലാണ്, അതിൻ്റെ കോർണറിലുള്ള ഒരു മുറിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മംഗളവാർത്ത പള്ളി കാണാം. രാത്രി മുഴുവൻ ആ മംഗളവാർത്ത പള്ളിയുടെ ആ ജനാല തുറന്നിട്ട്, ആ ഹോട്ടലിൻ്റെ ജനാല തുറന്നിട്ടുകൊണ്ട് ആ മംഗളവാർത്ത പള്ളിയിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ഞങ്ങൾ ജപമാല അർപ്പിച്ച കാര്യങ്ങൾ ഓർക്കുകയാണ്. ആ സൗഹൃദം 14 വർഷമായി ഇപ്പോഴും ഞങ്ങളിങ്ങനെ കാണുമ്പോൾ കൂടുമ്പോൾ പറയാറുണ്ട്. ആ ജപമാല സ്നേഹം, ഇന്ന് ഞാൻ ആ ജപമാല ഉയർത്തുമ്പോൾ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പരിശുദ്ധ അമ്മയുടെ പൊന്നുമക്കളാ. അമ്മയോട് ഒരുപാട് സ്നേഹമുള്ളവരാ. നിങ്ങളോട് മാതൃഭക്തിയെക്കുറിച്ചോ മാതാവിനെ കുറിച്ചോ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം, നമ്മളെല്ലാം ഒരേ മനസ്സോടുകൂടി ഈ പരിശുദ്ധ അമ്മയുടെ കൂടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി ഉള്ള ആഗ്രഹം കൊണ്ട് വന്നതാ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഒരു ധ്യാന ചിന്തകളോ അല്ലെങ്കിൽ ധ്യാനിപ്പിക്കാനൊന്നുമല്ല, മറിച്ച് അമ്മയെക്കുറിച്ച് മക്കളെല്ലാം ഒരുമയോടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. പരിശുദ്ധ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജപമാല അർപ്പണത്തെക്കുറിച്ചാണ്. ഈ മരിയൻ ഫെസ്റ്റില് വളരെ ശക്തമായി അമ്മ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ജപമാല പ്രാർത്ഥനയുടെ ധന്യത, തീഷ്ണത. വളരെ സാധാരണ ജീവിതങ്ങളായ നമ്മൾക്ക് അതിനെക്കുറിച്ചൊരു ചിത്രം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു സിമ്പിൾ കാര്യം. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ എന്താ ഈശോയെ പങ്കുവെക്കേണ്ടത് എന്ന് ചോദിച്ചിങ്ങനെ പ്രാർത്ഥനാപൂർവ്വം ചിന്തിച്ചപ്പോൾ ശാലോം പത്രത്തിൻ്റെ ഒരു ചെറിയ കട്ടിങ് എനിക്ക് കിട്ടി. അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കൗതുകം തോന്നി. എന്താണെന്നല്ലേ, അതിലെഴുതിയിരിക്കുന്നത് ഒരു സാക്ഷ്യ അനുഭവം. ഞാൻ വെട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുക, അത് ഒരു സാക്ഷ്യ അനുഭവം. അതിലെഴുതിയിരിക്കുന്നത് 2ാം തലയിണ എന്നാണ്. എങ്ങനെയാണ്? 2ാം തലയിണ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, തലയിണയോ, അതെന്നാ ഈ 2ാം തലയിണ? അതിനെക്കുറിച്ച് വായിക്കുന്നില്ല, ഞാൻ പറയാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ
ശുശ്രൂഷാവേദിയിലെ ആദ്യ കാലങ്ങൾ വയനാട്ടിലൊരു പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് നായ്ക്കമ്പലച്ചൻ പിറ്റേന്ന് ചങ്ങനാശ്ശേരിയിൽ ഒരു കൺവെൻഷന് പോകണം. രാത്രിയിൽ അവിടെ കൺവെൻഷൻ കഴിഞ്ഞ് വയനാട്ടിൽ നിന്ന് അവർ യാത്ര തിരിച്ചു. അച്ഛൻ്റെ കൂടെ ലോറൻസ് എന്ന് പറയുന്ന കീബോർഡ് വായിക്കുന്ന ഒരു ഗാന ശുശ്രൂഷകനുണ്ട്. ഇവർ രണ്ടുപേരും യാത്ര ചെയ്ത് അങ്കമാലിയിലുള്ള വിൻസെൻഷൻ ഹൗസിൽ വന്നു. അവിടെ വിശ്രമമാണ്. രാത്രി ഏറെ വൈകി. പിറ്റേന്ന് രാവിലെ ചങ്ങനാശ്ശേരിക്ക് പോകണം. അതുകൊണ്ട് നായ്ക്കമ്പലച്ചൻ ലോറൻസിനോട് പറഞ്ഞു, ലോറൻസേ ഇവിടെ വിശ്രമിച്ചോളുക. ലോറൻസിന് വേണ്ടി റൂം കാണിച്ചു കൊടുത്തു. ലോറൻസ് കീബോർഡ് അവിടെ വെച്ചു, ബാഗും അവിടെ വെച്ചു. ആ ബെഡിലേക്ക് അങ്ങ് ഇരുന്നിട്ട് പുള്ളി ക്ഷീണം കൊണ്ട് ഡ്രസ്സൊന്നും മാറിയില്ല. ആ ക്ഷീണം കൊണ്ട് ആ ബെഡിലേക്ക് അങ്ങ് കിടന്നു. തെല്ല് സമയം കഴിഞ്ഞപ്പോൾ ലോറൻസ് പെട്ടെന്ന് എഴുന്നേറ്റു. കാരണം ലോറൻസ് അന്ന് വ്യക്തിപരമായി ജപമാല ചൊല്ലിയില്ല. ജപമാല ഒരിക്കലും മുടക്കാറില്ല ലോറൻസ്. പക്ഷേ എഴുന്നേറ്റ് കൊന്ത ചെല്ലാൻ പറ്റുന്നില്ല, അത്രയും ക്ഷീണമാണ്. എങ്കിലും ലോറൻസ് എഴുന്നേറ്റിരുന്നു. എങ്ങനെയെങ്കിലും ജപമാല ചൊല്ലണം. പക്ഷേ ഈ ക്ഷീണവും യാത്രയും ഉറക്കളപ്പം എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ വീണ്ടും ക്ഷീണം കൂടുകയാണ്. ഏതായാലും ജപമാല കയ്യിലെടുത്തു, അളവില്ലാത്ത ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി ഒന്നാം രഹസ്യത്തിലേക്ക് കടന്നു. പക്ഷേ ഒന്നാം രഹസ്യം പൂർത്തിയാകുന്നതിന് മുമ്പ് ലോറൻസ് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഉറങ്ങിപ്പോയി. അത്രയും ക്ഷീണം. ലോറൻസ് എന്ത് ചെയ്തു? അവസാനം അമ്മയോട് പറഞ്ഞ, അമ്മേ പറ്റുന്നില്ല അമ്മേ, ക്ഷീണോ, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ എനിക്ക് വേണ്ടി ഇപ്പോഴും എൻ്റെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് ചൊല്ലി ലോറൻസ് ബെഡിലേക്ക് കിടന്നു. ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി. കയ്യിൽ കൊന്തയുണ്ട്. അങ്ങനെ കിടക്കുക. വെളുപ്പിനെ എഴുന്നേറ്റു. കാരണം ചങ്ങനാശ്ശേരിക്ക് പോകണം, അവിടെ കൺവെൻഷൻ തുടങ്ങണം. എഴുന്നേറ്റിട്ടും ക്ഷീണം മാറുന്നില്ല. ഉടനെ ലോറൻസ് ഒരു കൈ ഇതാ ആ കട്ടിലെ ബെഡേ വെച്ചു, മറുകൈ തലയിണയിലും കുത്തി കുറേ നേരം അങ്ങനെ ഇരിക്കുകയാണ്. രണ്ട് കൈയും കുത്തി ആ ബെഡ് ഇച്ചിരി ഇരിക്കുന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ തലയിണയിൽ എന്തോ തലയിണയ്ക്ക് പ്രത്യേകത. സൂക്ഷിച്ചു നോക്കിയപ്പോൾ തലയിണ അനങ്ങുന്നത് പോലെ ഈ ലോറൻസ് കുത്തിയ ആ തലയിണ പതുക്കെ ചലിക്കുന്നു. ലോറൻസ് ചാടി എഴുന്നേറ്റു. ഉറക്കമൊക്കെ പോയി. നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ? പെട്ടെന്ന് ഈ ഉറക്കമെല്ലാം പോയി ചാടി എഴുന്നേറ്റപ്പോൾ ഇതന്നെ തലയിണ അനങ്ങുന്നത്. ലോറൻസ് പെട്ടെന്ന് ആ തലയിണ പതുക്കെ പൊക്കി അങ്ങ് മാറ്റി. പ്രിയരെ, ഒരു വലിയ ജീവി എന്ന് പറഞ്ഞ വിഷജീവി, പാമ്പ് തന്നെ, അതിങ്ങനെ വളഞ്ഞു കൂടി പതുക്കെ തല പൊക്കുക. ലോറൻസ് അയ്യോ പാമ്പെന്ന് പറഞ്ഞു ഒച്ചയിൽ. ഉടനെ അച്ഛന്മാരൊക്കെ ഓടി വന്നു. എന്നെ ലോറൻസ് അച്ഛാ 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 അതേ നോക്കിയപ്പോൾ ഒരു പാമ്പ്. പ്രിയമുള്ളവരെ, ഈ പാമ്പിനെ എന്നിട്ട് അവര് അതെ പുറത്ത് കളഞ്ഞു. ഏതായാലും ലോറൻസ് ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ ചിന്തിക്കുകയായിരുന്നു. അച്ഛനോട് പങ്കുവെച്ചു. എന്താണെന്നറിയാമോ? രാത്രി എപ്പോഴോ ഈ ചൂട് സമയത്ത് ജനലിലൂടെ കയറിയ പാമ്പാ. രാത്രി മുഴുവൻ ഈ തലയിണയുടെ അടിയിൽ ആ പാമ്പ് അനങ്ങാതിരുന്ന് നോക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണേ. സാധാരണ ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ പലതവണ മരിങ്ങി തിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല ചെറ്റിക്കാറുണ്ട്. അങ്ങനെ എത്രയോ തവണ ഈ ലോറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മരിങ്ങി തിരിഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ടും ഈ തലയിണ അടിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവൻ വളഞ്ഞുകൂടിയിരുന്നു. ഇതിന് ലോറൻസ് കണ്ടെത്തിയ കാര്യം എന്നറിയാമോ? ആ കിടന്നിട്ടും എഴുന്നേറ്റ് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും, മരണസമയം നിസ്സാര സമയമല്ല, മരണസമയം അത് ആത്മീയമായ മരണമുണ്ട്, ശാരീരികമായ മരണമുണ്ട്. എൻ്റെ പ്രിയരെ, ഈ കാലഘട്ടത്തിൽ ദുഷ്ടാരൂപിയായ ശത്രു കടന്നു കയറി ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് വലിയ ദുരന്തങ്ങൾ, ഒരുപാട് ഇതാ വലിയ പീഡനങ്ങളൊക്കെ അവൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കുമ്പോൾ? നമ്മൾ പരിധിക്കുള്ളിലാകാതെ പരിധിക്ക് പുറത്തു പോകുമ്പോൾ. എന്ന് പറഞ്ഞാൽ ദൈവികമായ സംരക്ഷണത്തിന്
പുറത്തു പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടുന്നു. നമ്മൾ കാണുന്നില്ലേ, എത്രയോ യുവത്വങ്ങളാണ് ബൈക്ക് അപകടത്തിൽ മരിച്ചു, വാഹനാപകടത്തിൽ മരിച്ചു, വെള്ളത്തിൽ പോയി മരിച്ചു. ഇതൊന്നും ഞാൻ പറയുന്നത് എല്ലാം ദുരന്തങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ പോകുന്നല്ല, ചിലതൊക്കെ ഉണ്ട്. എന്നാൽ പ്രിയരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയാൽ പല ദുരന്തങ്ങളും പല അപകടങ്ങളും പല മരണങ്ങളിൽ നിന്നും വലിയ സംരക്ഷണ കവചമൊരുക്കി പരിശുദ്ധ മേരിയമ്മ ആ നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും പരിപാലിക്കും. വലതുകരം ഉയർത്തി ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ലോറൻസ് എന്നിട്ട് ചങ്ങനാശ്ശേരി പോയി അച്ഛന്റെ അനുവാദം വാങ്ങി ഈ സാക്ഷ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ജപമാല പ്രാർത്ഥന മുടക്കരുതേ എന്ന് ഈ ലോറൻസ് ആഹ്വാനം ചെയ്തു. അതേ കാര്യം തന്നെയാ ഈ എളിയ സഹോദരൻ നിങ്ങളോടും പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, സാത്താൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭയക്കുന്ന, വിറയ്ക്കുന്ന, ഭയന്ന് വിറയ്ക്കുന്ന ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. കാരണം എന്താന്നല്ലേ, ഈ ജപമാല പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് എന്താ? അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇങ്ങനെ ആവർത്തിച്ച് 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 ഈ രക്ഷകനായ യേശുവിൻ്റെ നാമം ഉച്ചൈസ്തര്യം പ്രഘോഷിച്ചുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് ആ കർത്താവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന മക്കളാ നമ്മള്. അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും സാത്താന് കടന്നാക്രമിക്കാൻ പറ്റുകയില്ല. അതാണ് പരിശുദ്ധ ജപമാലയുടെ ധന്യത, ശ്രേഷ്ഠത. നമ്മളോർക്കും എന്തിനാ ഇങ്ങനെ ചൊല്ലുന്നത്, എന്തിനാ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? പ്രിയരെ, എന്താണെന്നറിയാമോ? ചിലർ പറയാറുണ്ട്, സുവിശേഷത്തിൽ എവിടെയാ ജപമാലയുള്ളത്, ബൈബിളിൽ എവിടെയാ ജപമാലയെ കുറിച്ച് പറയുന്നത്? എന്നാൽ വിശുദ്ധ ചാവറ പിതാവ് പറയുന്നു, ഇതാ ചരടിൽ കോർത്ത സുവിശേഷമാണ് ജപമാല. പ്രിയരെ, യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, സംസ്കാരം, ഉത്ഥാനം, പരിശുദ്ധാത്മ ആഗമനം, ഇങ്ങനെയുള്ള ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ്, സുവിശേഷമാണ് ജപമാല പ്രാർത്ഥനയുടെ രത്നച്ചുരുക്കം. അതുകൊണ്ട് ഈ സുവിശേഷ മനനം ധ്യാനിക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈ യേശുനാമം എന്ന ഉച്ചസ്ഥിരം പ്രഘോഷിക്കുമ്പോൾ സാത്താന് കടന്നു വന്ന് നമ്മളെ ആക്രമിക്കാനാവില്ല. അത് മാത്രമല്ല, നമ്മൾ ചൊല്ലാറില്ലേ, ജപമാല ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ലുത്തിനിയ ചൊല്ലും. മാലാഖമാരുടെ രാജ്ഞി, ബാബാന്മാരുടെ രാജ്ഞി, ദീർഘശികളുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, വന്ദകരുടെ രാജ്ഞി, കന്യകളുടെ രാജ്ഞി, സകല വിസ്തൃയുടെ രാജ്ഞി, ഇങ്ങനെ രാജ്ഞി പദം വിളിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നമ്മൾ തിരിച്ചറിയുക, ഈ രാജ്ഞിയോടൊപ്പം മാലാഖമാര് വരും, ബാബാന്മാര് വരും, സ്ലീഹന്മാര് വരും, ദീർഘശികൾ വരും, വേദസാക്ഷികൾ വരും, വന്ദകര് വരും. സ്വർഗീയ ദൂതവൃന്ദഗണങ്ങൾ മുഴുവൻ ഒരു ജപമാല ചൊല്ലുന്ന കുടുംബത്തിൻ്റെ കൂടെ, കൂട്ടായ്മയുടെ കൂടെ, വ്യക്തിജീവിതത്തിൻ്റെ കൂടെ ചുറ്റും സ്വർഗീയ ദൂതവൃന്ദഗണങ്ങൾ കാവൽ നിന്ന് കഴിഞ്ഞാൽ, പ്രിയരെ, പിന്നീട് ദുഷ്ടശക്തിക്ക് ആക്രമിച്ച് കടന്നു കയറാനാവില്ല. നീയും സ്ത്രീയും തമ്മിൽ ശത്രുത ഉളവാക്കും. അതെ പ്രിയരെ, ഈ മറിയത്തെ സാത്താൻ ഭയപ്പെടുന്നു. പരിശുദ്ധനായ കർത്താവായ യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ മറിയം എന്ന നാമം കേൾക്കുമ്പോൾ അവൻ്റെ കുടീരം ആടി ഉലയുന്നു എന്നാണ് വിശുദ്ധ ബെർണാർഡ് സൂചിപ്പിക്കുന്നത്. വലതുകരമൂർത്തി ഹല്ലേലൂയാ, ആവേ മരിയ. ആയതിനാൽ ഈ കാലഘട്ടം നമുക്കറിയാം, അന്ന് ലോറൻസിനെ കടന്നാക്രമിച്ചത്, അല്ലെങ്കിൽ ആക്രമിക്കാതെ അവൻ്റെ തലയണയുടെ ഇടയിൽ ഭദ്രമായി അവൻ ഇരിപ്പുറപ്പിച്ചവൻ, ആക്രമിക്കാൻ കടന്നു കയറിയവൻ ഒരു സാധാരണ പാമ്പാണെങ്കിൽ, ഇന്ന് ആ പുരാതന സർപ്പം സർവ തലങ്ങളിലേക്കും ചൂഴ്ന്നു കയറി കഴിഞ്ഞു. കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു. വിവാഹമോചന കേസുകൾ പെരുകുന്നു. ബാലകൗമാര യൗവനങ്ങൾ മദ്യത്തിലും മയക്കുമരുന്നിലും മ്ലേച്ഛതയിലും തളർന്നുലയുന്നു. ആത്മീയ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക എല്ലാ മണ്ഡലങ്ങളിലും
പ്രിയമുള്ളവരെ, അനീതിയും അക്രമവും ഭിന്നതയും വിതച്ചു കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, എവിടെ നോക്കിയാലും ഇന്ന് ഭിന്നതയല്ലേ. നമ്മൾ ഭിന്നതയാകരുതെന്ന് കരുതുന്ന കൂട്ടായ്മ പോലും പരസ്പരം വെട്ടിമുറിക്കുന്ന ഭിന്നതയിൽ നിറയപ്പെടുകയല്ലേ. ഭാര്യാഭർത്തൃ ജീവിതങ്ങൾ ഭിന്നിക്കുന്നു. എന്താ കാരണം എന്നറിയാമോ? ആ പുരാതന സർപ്പത്തിന്റെ നുഴഞ്ഞു കയറ്റം, അവന്റെ നുഴഞ്ഞു കയറ്റം അവനറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം, ആകയാൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളിൽ 2 പേർ ചേർന്ന് യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നിറവേറ്റി തരും. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, നിങ്ങൾ 2 പേർ ചേർന്ന് യോജിച്ച് ഏക മനസ്സോടെ ചോദിക്കുന്ന ഏതു കാര്യവും, പ്രൈസ് ദി ലോർഡ്, എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഒന്ന് യോജിച്ച് ചോദിച്ചാൽ കിട്ടാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഈ യേശുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് 2 പേർ ചേർന്ന് യോജിച്ച് ചോദിച്ചാൽ കിട്ടാത്ത ഒരു കാര്യവുമില്ല. അത് മനസ്സിലാക്കിയ ഈ പുരാതന സർപ്പം എന്ന ദുഷ്ടാരൂപി മനസ്സിലാക്കി, ഇവർ 2 പേരും യോജിച്ചാലല്ലേ പ്രശ്നമുള്ളൂ, യോജിച്ചാലല്ലേ കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? യോജിക്കരുത്. അവൻ നുഴഞ്ഞു കയറി ഭാഷകൾ ഭിന്നിപ്പിക്കും. പരസ്പരം പറയുന്ന മനസ്സിലാകിയല്ല, ആക്രോശമായി, വാഗ്വാദമായി, പ്രശ്നമായി, അവിടെ ഭിന്നത. സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. കണ്ടോ, സ്ലീഹ പറയുക, സാത്താന് നിങ്ങൾ ഇടം. കണ്ടോ, അവൻ നുഴഞ്ഞു കയറി. ആ ഇടം കൊടുത്തത് എങ്ങനെയാ? കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, പ്രത്യേകിച്ച് ജപമാലയില്ല. ജപമാല ഉണ്ടെങ്കിൽ ഈ ദൂതന്മാർ വന്ന് കാവൽ നിൽക്കും, ഇടം കൊടുക്കണ്ട. പക്ഷേ ഇതൊക്കെ അന്യം വന്നു പോയി, ഇതൊക്കെ മരവിച്ചു പോയി. അഥവാ പ്രാർത്ഥന ചൊല്ലുന്നവരുണ്ടെങ്കിൽ കുടുംബത്തിലുണ്ടെങ്കിൽ പോലും നല്ല ഉറക്കവാ, നല്ല ഉറക്കം. ഇവിടെ പ്രശ്നമേ ഉറക്കോ. ഉറങ്ങേണ്ടവര് അല്ല, ഉണർന്നിരിക്കേണ്ടവർ ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. ഉണർന്നിരിക്കേണ്ടവർ ഉറങ്ങുമ്പോഴാ പ്രശ്നം. പ്രിയമുള്ളവരെ, സകലയിടങ്ങളിലും ഈ മയക്കം, ഈ ഹൃദയത്തിൽ എല്ലാ പ്രാർത്ഥനയുണ്ട്, കൂദാശയുണ്ട്, കുർബാനയുണ്ട്, ഒക്കെ ഉണ്ടെന്നേ. എന്നാൽ ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ജീവിതം ജീർണിക്കും. എന്നാൽ ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഉള്ളവനുണ്ടല്ലോ, അവൻ അടിക്കടി കയറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും വേണോ? അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ എന്ന അമ്മയെ വിശേഷിപ്പിക്കുന്നത്. അമ്മയെ കൂട്ടുപിടിച്ചാൽ നമുക്ക് ദൈവഭക്തി ആവോളം ഈ അമ്മ പകർന്നു തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എനിക്കറിയാം നിങ്ങൾക്കെല്ലാം ഉറക്കം വരുന്നുണ്ടല്ലേ? ഇല്ലേ? പക്ഷേ ഉറക്കം വരും. ഞാൻ ആദരവോടെ കാണുക ഈ IFI മിഷനെയും ഈ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിന്റെ സാരഥികളെയും. കാരണം എന്നറിയാമോ, പല ധ്യാനങ്ങളുണ്ട്. പരിശുദ്ധാത്മാഭിഷേക ധ്യാനമുണ്ട്, ദിവ്യകാരുണ്യാനുഭവ ധ്യാനമുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട്, തിരുരക്താഭിഷേക ധ്യാനമുണ്ട്, വരദാന വളർച്ചാ ധ്യാനമുണ്ട്, കുടുംബ വിശദീകരണ ധ്യാനമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ധ്യാനങ്ങളുടെ മധ്യേ ഈ മരിയൻ ഫെസ്റ്റിന്റെ, ഈ മരിയൻ കൺവെൻഷന്റെ പ്രസക്തിയെ ഈ ജീവിതങ്ങൾ തിരിച്ചറിഞ്ഞു. അത് ദൈവീക ജ്ഞാനമുള്ളവർക്ക് മാത്രമേ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുള്ളൂ. ഒരു മരിയൻ കൺവെൻഷൻ നടത്തണം. കാരണം അമ്മയെ മുറുകെ പിടിച്ചാൽ പിന്നെ സകലവിധ സുഹൃത പുണ്യങ്ങളിലേക്കും ആ വ്യക്തി അനുസൂതം വളർന്നുകൊണ്ടിരിക്കും. അമ്മ വളർത്തും. വലതുകാരമൂർത്തി ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു വരുന്നത്, ഭാര്യയും ഭർത്താവും പ്രിയമുള്ളവരെ ഇതാ ഐക്യത്തിൽ യോജിപ്പോടെ ഏക മനസ്സോടെ ഉണ്ടാവാതിരിക്കാൻ കുടുംബത്തിൽ ഭിന്നത. ഇനി അടുത്ത വചനം 133-ാം സങ്കീർത്തനം 1-ാം വാക്യം, സഹോദരർ ഏക മനസ്സോടെ ആയിരിക്കുന്നത് എത്ര സന്തോഷപ്രദമാണ്. ഹല്ലേലൂയ. സത്യത്തില് ഒരു കുടുംബത്തിലെ സഹോദരങ്ങള് ഏക മനസ്സോടെ ആയിരിക്കുന്നത് ആ കുടുംബത്തിന്റെ അപ്പനും അമ്മയ്ക്കും എല്ലാം എന്തൊരു ആനന്ദവാ, സന്തോഷവാ. ഇത് മനസ്സിലാക്കിയ ദുഷ്ടൻ എന്ത് ചെയ്യുന്നു? അവൻ കടന്നു കയറിയിട്ട് സഹോദരരെ തമ്മിൽ ഭിന്നിപ്പിച്ചു. ഇന്ന് ചേട്ടനും അനിയനും കൂടപ്പുറപ്പുകൾ, അല്ലെ അപ്പയും മക്കളും തമ്മിൽ, അല്ലെ അമ്മയും മക്കളും തമ്മിൽ
പ്രിയമുള്ളവരെ, ഭിന്നത അവന്റെ നുഴഞ്ഞു കയറ്റം. അപ്പോൾ ഏക മനസ്സ് ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന കാര്യം ലഭിക്കും. അപ്പൊ യോജിപ്പ് കിട്ടുന്നില്ല. സഹോദരർ ഏക മനസ്സോടെ ആകണം പറഞ്ഞു, ഏക മനസ്സാകുന്നില്ല. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. എപ്പോ ചൊല്ലുന്നതാ ഇത്? കുർബാന മധ്യ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കുർബാനയുടെ കാര്യത്തിലും നമുക്കറിയാം ഇന്ന് എന്തൊക്കെയാണ് സംഭവം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, കണ്ടോ, ഒരുമയോടെ നിൽക്കേണ്ട സഹോദരങ്ങള് ഭിന്നിക്കുന്നു. ഇത് അവരെ പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദുഷ്ടനാണ് ചെയ്യുന്നത്. അവിടേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും അവരെ വിമർശിക്കൂ ഇവരെ വിമർശിക്കുകയല്ല, മറിച്ച് ഇതിന്റെ ചുവടെവിടെയാ? അവന്റെ കടന്നുകയറ്റമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ സന്നിധിയില് ജപമാല പ്രാർത്ഥനയുടെ ഉച്ചസ്വരം മുഴങ്ങണം. ദുഷ്ടന്റെ കുടീരം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഡൊമിനിക് പറഞ്ഞു, പരിശുദ്ധ മറിയത്തെ നീ മുറുകെ പിടിച്ചാൽ നിന്റെ ജീവിതം ക്രിസ്തോന്മുഖമായി മാറും. പരിശുദ്ധ അമ്മയാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ ഒരിക്കലും നീ പരാജയപ്പെടുകയില്ല. പരിശുദ്ധ മറിയമാണ് നിന്റെ വഴികാട്ടിയെങ്കിൽ നീ തകർന്നടിയുകയില്ല. പരിശുദ്ധ അമ്മയാണ് നിന്റെ അധ്യാപികയെങ്കിൽ യഥാർത്ഥ അധ്യാപകനായ പരിശുദ്ധാത്മാവിലേക്ക് ഈ അമ്മ നിന്നെ നയിക്കും. പരിശുദ്ധ അമ്മയാണ് നിന്റെ വഴികാട്ടിയെങ്കിൽ പരിശുദ്ധ കുർബാനയോട് നീ ഒന്നു ചേരും. ചുരുക്കത്തിൽ പ്രിയരെ, ഈ പരിശുദ്ധ അമ്മയോട് ചേരണം. അവിടെയാണ് ഏക മനസ്സ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് വചനം പറയുന്ന കാര്യമാണ്. എവിടെയാണ് ഏക മനസ്സ് കിട്ടുന്നത്? അത് നമുക്ക് എവിടെയാണെന്ന് കാണാൻ പോവുക. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. എവിടെയാണ് രണ്ടുപേർ ചേർന്ന് യോജിച്ച് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു കാര്യവും കിട്ടുന്നില്ല. കാരണം യോജിപ്പില്ല, ഏക മനസ്സില്ല. സഹോദരർ ഏക മനസ്സോടെ നീങ്ങാൻ പറയുന്നു, പക്ഷേ ഏക മനസ്സില്ല. പിന്നെ എവിടെയാണ് ഏക മനസ്സ് കിട്ടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരിക്കണമേ, ശ്രദ്ധിച്ച് കേൾക്കണമേ. എവിടെയാണ് ഏക മനസ്സ് കിട്ടുന്നത്? എവിടെയാണ് ഏക മനസ്സ് കിട്ടുന്നത്? ശ്രദ്ധയോടെ കേൾക്കണം. ഇത് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 12 മുതൽ ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ, ശ്രദ്ധയോടെ ഇരിക്കണമേ, ശ്രദ്ധയോടെ കേൾക്കണമേ. അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാ ദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തോലോമിയ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായി യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായി യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും കൂടി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വലതുകരമൂർത്തി ആവേ മരിയ, ആവേ മരിയ. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഒന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഇന്ന് ഏക മനസ്സ് കിട്ടാന് ഒരു വലിയ തുറവി, ഒരു വലിയ കാര്യം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. ഒന്ന് ചെയ്താൽ മതി, യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് ചേരുക. ഈ ജപമാല മണി പോലെ ചിതറിപ്പോകുന്ന ജീവിതങ്ങളെ ഈ ജപമാല മണി പോലെ കൃത്യതയിൽ ചേർത്തെടുക്കും പരിശുദ്ധ മറിയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ സ്ത്രീഹന്മാരെ ധ്യാനിച്ചേ. അവര് തങ്ങളിൽ ആരാണ് വലിയവൻ, തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന മത്സരം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. താനാണ് വലുത്, താനാണ് വലുത്, താനാണ് വലുത് എന്ന അഹങ്കാര ചിന്തയുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം അവർ ഏക മനസ്സായി മാറി. ഹല്ലേലൂയ, 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 ആവേ മരിയ. അതുകൊണ്ട് പ്രിയരെ, ഇതൊരു ദിവ്യ രഹസ്യമാണ്. ഈ കാലഘട്ടത്തിൽ എന്നല്ല, ജീവിതം മുഴുവൻ ഏക തീർച്ചയായും നമുക്കറിയാം കുടുംബങ്ങളിലെ ഭിന്നാഭിപ്രായം ഉണ്ടാകാം,
കൂട്ടായ്മയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകാം, ഇനി സമൂഹത്ത് ഭിന്നാഭിപ്രായം സ്വാഭാവികമാണ്. എന്നാൽ അവിടെ നിന്നാ മതിയോ? ഈ തമ്മി തല്ലിയാ മതിയോ? ഈ ചേറ് വലിച്ചെറിഞ്ഞാ മതിയോ? ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, ഇറങ്ങി വരണ്ടേ? ചെറുതായ്മയിലേക്ക് ചെറുമ പഠിപ്പിക്കണോ, എളിമ പഠിപ്പിക്കണോ? പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ് എളിമയുടെ നിറവ്. വലതുകരമുത്തി ഹല്ലേലൂയ. അതുകൊണ്ട് ഏക മനസ്സ് കിട്ടാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങളൊന്നും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് കണ്ണുകൾ അടച്ചേ. ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. പ്രിയരെ, മനസ്സ് അസ്വസ്ഥജന്യമായിരിക്കുകയാണോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്ക്. ആ ദൃഢമായ വിശ്വാസം നിനക്കും എനിക്കും കിട്ടണമെങ്കിൽ ദൈവത്തെ അന്ധമായി വിശ്വസിച്ച ഒരു പരിശുദ്ധ മറിയമെന്ന അമ്മയുടെ കുഞ്ഞായി മാറിയാൽ മതി. നിന്റെയും എന്റെയും ഹൃദയത്തിൽ എല്ലാം മറന്ന് ദൈവത്തെ വിശ്വസിക്കാനുള്ള കൃപ കിട്ടും. കാരണം അവൾ കൃപ നിറഞ്ഞവളാണ്. നിന്നെ ഭയം ഗ്രസിക്കുകയാണോ? ഇനി എന്ത് ചെയ്യും കർത്താവേ? എങ്ങനെ ജീവിക്കും ദൈവമേ? ആകെ പ്രശ്നമാണല്ലോ, മുന്നോട്ട് നീങ്ങാൻ ഇനി കെൽപ്പില്ലല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞ് ചങ്കത്ത് കൈവച്ചടിച്ച് ഇനി എന്തിന് ജീവിക്കണം എന്നുള്ള മനസ്സിന്റെ നൊമ്പരപ്പാടിൽ വിങ്ങിക്കരയുന്ന നിന്നോട് കർത്താവ് പറയുന്നു, യേശയ്യാ 43:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എൻ്റെ പ്രിയരേ, നിങ്ങൾ ചിന്തിക്കുക, ഏകാന്തതയിൽ തളരുകയാണോ? കർത്താവേ, ഞാൻ ഒറ്റയ്ക്കുള്ളല്ലോ, എന്നെ ആരും പരിഗണിക്കുന്നില്ലല്ലോ, എൻ്റെ വീട്ടിൽ ഞാൻ കറിവേപ്പിലയാണല്ലോ, ഇനി ഞാൻ എന്തിന് ജീവിക്കണം? ചത്താ മതിയില്ലോ എന്നുപോലും കരുതുന്ന നിന്റെ ജീവിതത്തിലേക്ക് ജോഷയുടെ പുസ്തകം 1:9 കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വലതുകരം മുത്തി ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഇരുകാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുകയാണ്. ഈ സമയം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം, മയക്കം, തളർച്ച, അന്യവിചാരങ്ങൾ, അതുപോലെ കൊന്തയോട് മടുപ്പ്, ജപമാല എന്ന് പറയുമ്പോൾ ഭാരപ്പെടുന്ന അവസ്ഥ. എന്തിനാ മമ്മി ഇങ്ങനെ കൊന്തയില്ലെന്ന് എന്ന് പിള്ളേരുടെയൊക്കെ പറയുന്നു. അഥവാ ചൊല്ലിയാൽ തന്നെ വലിയ തീഷ്ണതയൊന്നുമില്ലാതെ ഇങ്ങനെ തളർന്നു കൊട്ടിയുള്ള മന്ദതയോടെയുള്ള പ്രാർത്ഥന. ഇതിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് പുതുശക്തി നൽകുകയാണ്. നമ്മളൊന്ന് സ്തുതിക്കാൻ പോവുകയാ. ഒരു സ്വർഗം തുറന്ന് ഇതാ പ്രിയരെ, വലിയ കൃപ ചൊരിയുന്ന നിമിഷമാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ ദൂതവൃന്ദങ്ങളോട് കൂടി അമ്മ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ, വിശുദ്ധ പാദ്രെ പിയോയുടെ, വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ, പ്രത്യേകിച്ച് ഈ ആലയത്തിൻ്റെ മധ്യസ്ഥരായ അവരുടെ ഒക്കെ സാന്നിധ്യമുണ്ട്. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ക്ഷീണവും തളർച്ചയും മയക്കും മാറി തിരുവചനത്തിൽ ആഴപ്പെട്ട് മുന്നേറുവാൻ, വചനത്തോട് അഭിമുഖമുണ്ടാകുവാൻ, വലിയ വിശ്വാസത്തിൽ പ്രത്യാശയിൽ ഉണർവോടെ മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചുകൊള്ളുക. അതരം തുറന്ന് സ്തുതിച്ചുകൊള്ളുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുക, 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 സ്തുതിക്കുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ശക്തിയോടെ ശക്തമായി സ്തുതിക്കുക. അതിരം തുറക്കട്ടെ. യേശുവേ എന്ന് അതിരം തുറന്നു വിളിക്കുക. ഈ സമൂഹത്തിലേക്ക് ശക്തമായി പരിശുദ്ധാത്മാവിൻ ഇടപെടൽ പരിശുദ്ധ അമ്മ ഈ കൂട്ടായ്മയിൽ ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, അവിടുത്തെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളുകൾ കൊണ്ട് ഈ മക്കളുടെ ആത്മാവ്, മനസാക്ഷി, ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ്, കണ്ണുകൾ, കാതുകൾ, അതിരങ്ങൾ, നാവ്, ത്വക്ക്, നാസിക എല്ലാം തിരുരക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മക്കളുടെ ചിന്ത, ഭാവന, ബുദ്ധി, അറിവ്, ഇച്ഛാശക്തി, കൽപ്പനശക്തി, ഓർമ്മ എല്ലാ തലങ്ങളും യേശുവിന്റെ
തിരുരക്തം ഒഴുകി വീണ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദുഷ്ട അന്ധകാര ശക്തികളുടെയും കെട്ടുപൊട്ടി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമൂഹത്തിലെ ബന്ധനക്കെട്ടുകളുടെ വലിയ മതിലുകൾ ഇടിച്ചു വീഴട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുക, 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 സ്തുതിക്കുക. യേശുവേ, പരിശുദ്ധ അമ്മേ, മാലാഖമാരുടെ രാജ്ഞി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വലതുകരമൂർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ. ആവേ മരിയ. ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, 2002 ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അവിടുത്തെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസ് ഉപ്പാണിയച്ഛനോട് പറഞ്ഞു, ബേബിച്ച ഒരു മാതാവിൻ്റെ പാട്ടുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ധ്യാനത്തിൽ ഒരുമയോട് അച്ഛൻ്റെ ഒപ്പം ഞങ്ങൾ നിങ്ങളുടെ ടീമങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക. ലക്ഷ്യം ഇതാണ്, മാതാവിനെ കുറിച്ച് പാട്ടുകൾ എഴുതണം. അപ്പൊ അച്ഛനെ കാണാൻ വേണ്ടി ഒരുപാട് സന്ദർശകർ വന്നു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ ഇരിക്കണം, നമുക്ക് എവിടെയെങ്കിലും മാറി ഇരിക്കാം. ഇവിടെ ഒത്തിരി പേര് ആൾക്കാർ കാണാൻ വേണ്ടി വരും, പിന്നെ എഴുന്നേറ്റ് പോകേണ്ടി വരും, പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. അങ്ങനെ ഞങ്ങൾ വല്ലാർപാടം പള്ളിയിൽ അവിടെ പോയി ഞങ്ങൾ അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിച്ചിന് അനുവാദം വാങ്ങിയിട്ട് അന്ന് രാത്രി ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ എളിയ അനുഭവത്തിൽ ഞാൻ ഈ പാട്ടൊക്കെ കുറിക്കുമ്പോൾ കുർബാനയുടെ ദിവ്യകാരുണ്യ സന്നിധിയുടെ മുമ്പിൽ ജപമാല ചൊല്ലുമ്പോഴാണ് ഈ പാട്ടുകൾ കിട്ടുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ പ്രിയരെ, അച്ഛനിങ്ങനെ പറയുകയാണ്, ദിവ്യകാരുണ്യ ഈശോയെ, നമ്മുടെ അമ്മയെക്കുറിച്ച് എഴുതുവാനുള്ള ആ ഈരടികൾ തരണമേ, പ്രചോദനം തരണമേ. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ പേനയും പേപ്പറും വെച്ചിരിക്കുക. ഒരു പ്രചോദനം, യോഹന്നാൻ സുവിശേഷം 19:27, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. ഈശോയുടെ വാക്കുകളാ, ഇതാ നിന്റെ അമ്മ. പെട്ടെന്ന് ആശയം നിറഞ്ഞു, പെട്ടെന്ന് എഴുതേണ്ട ആശയം കിട്ടി. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ട് പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. വീണ്ടും ഈശോ പറയുകയാണ്, സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ, നിൻ വേദനയിൽ നിൻ സഹനത്തിയിൽ വിങ്ങി വിതുമ്പും ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളി നീരു നൽകാൻ, ഇതാ ഇതാ നിന്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ട് കുറിച്ചു കഴിഞ്ഞു. ആ ഇരിപ്പിൽ തന്നെ ഒരു 8-10 പാട്ടുകൾ, നേരെ വെളുത്തൊരു 2-3 മണിയായപ്പോഴേക്കും ഒരു 10 പാട്ടുകൾ തീർത്തു. ഈ പാട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കിട്ടുകയാണ്. അമ്മയെക്കുറിച്ച് എഴുതി, ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി. ഇനി അമ്മ തന്നെ ഈ കാലഘട്ടത്തോട് സംസാരിക്കുന്നുണ്ട്. ലോകത്ത് വിവിധയിടങ്ങളിൽ ഫാത്തിമ, ലൂർദ്, ഗരബന്താൾ, മെർജുഗോറിയ, ഗാഡലൂപ്പെ, ലാസലേറ്റ്, ആസ്റ്റർഡാം, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകി ലോകത്തോട്. മക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെട്, മക്കളെ നിങ്ങൾ ദൈവത്തെ മറക്കല്ലേ, മക്കളെ നിങ്ങൾ അനുദപിക്ക്, മക്കളെ നിങ്ങൾ പരിശുദ്ധ കുമ്പസാരം നന്നായി അനുതാപത്തോടെ നടത്തുക, അടുക്കലടുക്കൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിന്ദിക്കപ്പെടുന്നു, അവഹേളിക്കപ്പെടുന്നു. പരിശുദ്ധ കുർബാനയെ നിങ്ങൾ അവഹേളിക്കല്ലേ, നിങ്ങൾ ഭക്തിയോടെ കുർബാനയെ സ്വീകരിക്കുക. ജപമാല പ്രാർത്ഥന നിങ്ങൾ ഉച്ചത്തിൽ പ്രഘോഷിക്കുക. വിമല ഹൃദയ ഭക്തി പ്രചരിപ്പിക്കുക. വിമല ഹൃദയത്തിൽ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക. ഇങ്ങനെ എത്രയോ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയിട്ടുണ്ട് അമ്മ. അപ്പം അതുകൊണ്ടാകണം
ഈ മെസ്സേജ് ഇങ്ങനെ വന്നത്, എൻ്റെ അമ്മയുടെ സന്ദേശം ലോകം ശ്രദ്ധിക്കുന്നില്ല, അമ്മയെക്കുറിച്ച് വേണ്ടത്ര രീതിയിൽ ആരും ചിന്തിക്കുന്നില്ല, അമ്മയുടെ ജപമാലയ്ക്ക് വേണ്ടത്ര തീഷ്ണത കൊടുക്കുന്നില്ല, വേണ്ടത്ര ഭക്തിയില്ലാതെ ജപമാല അർപ്പിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കിട്ടിയപ്പോൾ വീണ്ടും എഴുതുവാനുള്ള കൃപ കർത്താവ് നൽകുകയാണ്. അപ്പോൾ കിട്ടിയ ഒരു ഈരടി ഇങ്ങനെയായിരുന്നു. ഞാൻ പലയിടങ്ങളിൽ ഇത് പങ്കുവെച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇവിടെ പങ്കുവെച്ചിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും വീണ്ടും പറയുകയാണ്. അപ്പോൾ കിട്ടിയ ഒരു രചന ഇങ്ങനെയായിരുന്നു: മക്കളെ, എൻ്റെ സുതനാമീശോ ക്രൂശിലെ അന്ത്യനിമിഷങ്ങളിൽ നിങ്ങളെ എനിക്കു സുതരായി നൽകി. നിങ്ങളീ അമ്മതൻ മക്കളല്ലോ. പാപം ലോകത്തിൽ പെരുകുന്നു, മനുഷ്യൻ പാപത്തിൽ മുഴുകുന്നു. പാവം മക്കളെ വഞ്ചിക്കുവാൻ സാത്താൻ അലറി നടക്കുന്നു. മക്കളെ, ഉണർന്നിരുന്നേടുവിൻ, പരിശുദ്ധമാം കുർബാനയും ജപമാല പ്രാർത്ഥനയും ശക്തിയായി നേടിയിടുവിൻ. മനുഷ്യൻ ഈശോയെ മറക്കുന്നു, വീണ്ടും കുരിശിൽ തറയ്ക്കുന്നു. അഹങ്കാരവും സുഖമോഹവും അവരുടെ ദൈവമായി മാറുന്നു. മക്കളെ, ഉണർന്നിരുന്നിടുവിൻ. ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്ത ജീവിതവും ശക്തിയായി നേർന്നിടുവിൻ. രാജ്യം രാജ്യത്തിനെതിരാകും, ഭീകര യുദ്ധങ്ങളുളവാകും. പീഡനവും ദുഃഖദുരിതങ്ങളും നാശത്തിൻ ദിനമണയുന്നു. മക്കളെ, ഉണർന്നിരുന്നിടുവിൻ. അനുതാപമേറും തിരുവചനം ആത്മാവിൽ നിറച്ചിടുവിൻ. ശക്തരായി തീർന്നിടുവിൻ. ദൈവം സ്ഥാപിച്ച കുടുംബങ്ങളെ നരകക്കെണിയിൽ വീഴ്ത്തിടാൻ ഇരുളിൻ ശക്തികളണയുന്നു. വഞ്ചകരായവരണയുന്നു. മക്കളെ, ഉണർന്നിരുന്നിടുവിൻ. ഭിന്നതയും കലഹങ്ങളും എല്ലാം മറന്നിടുവിൻ. തമ്മിൽ സ്നേഹിക്കുവിൻ, കൈകോർത്തു പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അമ്മയുടെ വാക്കുകൾ അതാണ്. നമ്മുടെ ജോസൻ ബ്രദർ ആദ്യമേ ഇവിടെ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന വചനത്തെ പരാമർശിച്ചുകൊണ്ട്. ആ വചനം നമ്മൾ തിരിച്ചറിയണം. മരിയ ഭക്തി എന്നുള്ളത് ഒരു വൈകാരിക അത് മാത്രമല്ല, അതല്ല, മറിച്ച് അതൊരു ശക്തമായ ക്രിസ്തീയ കെട്ടുറപ്പിന്റെ നെടും തൂണ് തന്നെയാണ്. ഹല്ലേലൂയ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ നിന്റെയും എന്റെയും കുടുംബത്തിൽ, കൂട്ടായ്മയിൽ, ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഒരു നെടും തൂണുറപ്പിക്കുക സ്വർഗം, പരിശുദ്ധ ത്രിത്വം. ഈ അമ്മയെ മുറുകെ പിടിച്ചാൽ നിനക്ക് പിന്നെ പരാജയമില്ല. ഒരുപക്ഷെ ആടി ഉലയുന്ന പ്രശ്നം ഉണ്ടായേക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ എളിയ ഈ ശുശ്രൂഷയിൽ പരിശുദ്ധ കുർബാനയും ജപമാല പ്രാർത്ഥനയും ഞാൻ കഴിയുന്നത് പോലെ ഞാൻ പ്രഘോഷിക്കാറുണ്ട്.
അതിനും ശക്തമായ ആക്രമണം എൻ്റെ ലൈഫിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ ഒരു നിരാശയോ ഉത്കണ്ഠയോ ആകുലതയോ തൊട്ടു തീണ്ടിയിട്ടില്ല. കാരണം ഈശോ തന്നൊരു സമ്മാനമുണ്ട്, ഇതാ നിന്റെ അമ്മ. ഹല്ലേലൂയ. ഈ അമ്മയെ മുറുകെ പിടിച്ചാൽ, അമ്മ എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ കണ്ടിട്ടില്ലേ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും? കണ്ടിട്ടില്ലേ? ഞാൻ സിമ്പിൾ എക്സാമ്പിളാണ് പറയുന്നത്. തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും ഈ കോഴി കുഞ്ഞുങ്ങൾ ഇങ്ങനെ പപ്പ എന്ന് പറഞ്ഞ് ഇങ്ങനെ തീറ്റ കൊത്തി നടക്കും, ഒപ്പം തള്ളക്കോഴിയും ഇല്ലേ ഇങ്ങനെ നടക്കുമ്പോൾ ഇതാ പരുന്തിൻ്റെയോ കാക്കയുടെയോ എറിയൻ്റെയോ ഒക്കെ ഒരു അപശബ്ദവും കേട്ട് കഴിഞ്ഞാൽ അതുവരെ കൊത്തിപ്പിറക്കി നിന്ന ഈ ഈ ഈ തള്ളക്കോഴി ഇങ്ങനെ തലയൊന്ന് ഉയർത്തും അല്ലേ? അതുവരെ നിന്ന പോലെയല്ല, പിന്നെ അതിൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് വട്ടത്തി ചുഴറ്റും, എന്നിട്ട് ഇങ്ങനെ പപ്പൊക്കെ അങ്ങോട്ട് വിടർത്തും. അതിനർത്ഥം എന്നറിയാമോ? ആരാടാ എൻ്റെ കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുന്നത്? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ എന്നു പറയുന്നത് പോലെ ഒരു ഭാവമാ അല്ലേ അത്? അതെ. ആ സമയത്ത് ഈ തള്ളക്കോഴി ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഈ തള്ളക്കോഴി ചിറവൊക്കെ വിടരും. ആ സമയത്ത് കുഞ്ഞുങ്ങൾ അപകടം തിരിച്ചറിഞ്ഞ് ഓടി വന്ന് പമ്മി തള്ളക്കോഴിയുടെ ചിറകിന് കീഴിൽ കയറാറുണ്ട്. അങ്ങനെ കയറാത്ത കുഞ്ഞുങ്ങൾ പരിധിക്ക് പുറത്തു പോകും, അവർ റാഞ്ചുവും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പല തകർച്ചയുടെയും വഴിവിട്ടു പോകുന്ന പ്രസ്ഥാനങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കൂട്ടായ്മയുടെയും ഭിന്നതയുടെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയൊക്കെ പിടിയിൽപ്പെട്ട് അവൻ റാഞ്ചിയെടുക്കുന്നതിന് കാരണം ഈ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ പൊതിയപ്പെടാത്തതാണ്. വലതുകരമുർത്തി ഹല്ലേലൂയ, ആവേ മരിയ. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ കൊന്ത ചെല്ലുന്നില്ലെന്നോ പ്രാർത്ഥിക്കുന്നില്ലെന്നോ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ തീഷ്ണമതിയായി പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ ഒന്നുകൂടി കൂടുതൽ ദൃഢതയോടുകൂടി ഈ മരിയൻ ഫെസ്റ്റ് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉറപ്പായി മാറണം. അമ്മയുടെ ജപമാലയുടെ ആഴം ഇത് നിസ്സാരമായ കാര്യമല്ല. മരിയ ഭക്തി വൈകാരികതയല്ല, അത് ഒരു ദൃഢമായ ക്രിസ്തോന്മുഖമായ ജീവിതമാണ്. ഹല്ലേലൂയ. അത് വചന അധിഷ്ഠിതമാണ്. യോഹന്നാൻ 19:27 ഇതാ നിന്റെ അമ്മ. പ്രഭാഷകൻ 3-ാം അധ്യായം 4-ാം വാക്യം, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. അതുകൊണ്ട് ആരൊക്കെ അമ്മയെ പ്രഘോഷിക്കുന്നു അത് സ്വർഗത്തിന് വലിയ സന്തോഷമാണ്. നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവാം. ഈ മാതാവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ, അത് യേശുവിൻ്റെ മഹത്വം കുറയ്ക്കുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. മാതാവിനെ എത്രമാത്രം മഹത്വപ്പെടുത്തി പറഞ്ഞാലും ഈശോയ്ക്ക് അത്രമാത്രം ഇഷ്ടമാണ്. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി വായിക്കാം. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് എഴുതിയ ഒരു ജപമാലയെ കുറിച്ചൊരു ഗ്രന്ഥമാണിത്, ദിവ്യരഹസ്യങ്ങളുടെ പുഷ്പകിരീടം. അതിലെഴുതിയിരിക്കുന്നു, ജീവിതകാലം മുഴുവൻ പരിശുദ്ധ ദൈവമാതാവിനെ സ്തുതിക്കുക, മാതാവിൻ്റെ മഹത്വം പ്രഘോഷിക്കുക, ജപമാല ചൊല്ലിക്കൊണ്ട് മാതാവിനെ ആദരിക്കുവാൻ, ആരാധിക്കാനല്ല കേട്ടോ, ആദരിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക എന്നിവയല്ലാതെ വിശുദ്ധ ഡൊമിനിക്ക് കൂടുതലായി മറ്റൊന്നും ആഗ്രഹിച്ചില്ല. ഇതിന് പ്രതിഫലം എന്നോണം അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയിൽ നിന്നും എണ്ണമറ്റ കൃപകൾ ലഭിച്ചു. സ്വർഗരാജ്ഞി എന്ന നിലയിലുള്ള തൻ്റെ വലിയ ശക്തി പ്രയോഗിച്ചുകൊണ്ട് മാതാവ് അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങളെ ഒട്ടനവധി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്ഥിരീകരിച്ചു. മാതാവിലൂടെ യാചിച്ചതെല്ലാം സർവശക്തനായ ദൈവം ഡൊമിനിക്കിന് അനുവദിച്ച് നൽകി. കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തുക. എൻ്റെ പ്രിയരെ, അതുകൊണ്ട് മാതാവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലേ, നമുക്കറിയാമല്ലോ, ഒരു ഫ്രാൻസിസ്കൻ വൈദികൻ, ഇത് ഫ്രാൻസിസ്കൻ ആലയമാണ്, ഈ തലശ്ശേരി അതിരൂപതയിൽ നിന്ന് കഴിഞ്ഞ ജൂലൈ 13-ാം തീയതി ഫാദർ ആർമണ്ട് കപ്പൂച്ചിൻ, അറിയാലോ അല്ലേ, ആ ദൈവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടു. ആർമണ്ടച്ചനെ വ്യക്തിപരമായി ഞങ്ങൾക്ക് അറിയാം, ഇതിൽ അറിയുന്നവരുണ്ടാവാം. ആർമണ്ടച്ചൻ പറയുമായിരുന്നു, തന്നെ ചെറുതായിക്കൊണ്ട് ആർമണ്ടച്ചൻ പറയുമായിരുന്നു, ആർമണ്ട് അറുമണ്ടനാ, പക്ഷേ എത്ര അറുമണ്ടനാണെങ്കിലും പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ ആർമണ്ടിന് സ്വർഗം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, സ്വർഗം വേണോ? നമ്മുടെ മക്കൾ
വിനയത്തിലും വിശുദ്ധിയിലും എളിമയിലും അനുസരണത്തിലും ഭക്തിയിലും പ്രാർത്ഥനാ ശൈഥില്യത്തിലും വളരണോ? അമ്മ വളർത്തും. ഹല്ലേലൂയ. അമ്മ വളർത്തും. ഇവിടെ മക്കളെ കുറിച്ച് ആകുലപ്പെട്ട് ഏതെങ്കിലും അമ്മമാരിയ്ക്കുന്നുണ്ടെങ്കിൽ, അപ്പന്മാരിയ്ക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ കളഞ്ഞോളുക. ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ അമ്മ വളർത്തും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നീയും ഞാൻ ഓർക്കണം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും മുറവിളി കൂട്ടരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ചുമ്മാ വാതോരാതെ പരാതിയും പരിഭവവും ശാപവാക്കുകളും പറയരുത്. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അതിന് ഏറ്റവും നല്ല മാതൃക ആരാന്നറിയാമോ? സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മാതൃക. നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ പ്രശ്നമുണ്ട്, കൂട്ടായ്മയിൽ പ്രശ്നമുണ്ട്, ഓഫീസിൽ പ്രശ്നമുണ്ട്, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രശ്നമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. എവിടേക്ക് നോക്കണം? സങ്കീർത്തനം 34:5 പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. ആ കുർബാനയിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നവൾ ആരാണ്? പരിശുദ്ധ അമ്മ, ദിവ്യകാരുണ്യത്തിന്റെ അമ്മയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുമ്പോൾ, അതെ, വിശുദ്ധ ഡോമിനിക്ക് വീണ്ടും പറയുന്നു, സകലവിധ സുഹൃത പുണ്യങ്ങളിലേക്കും അമ്മ നമ്മളെ നയിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അലസതയും മന്ദതയും, താമസിച്ച് പള്ളിയിൽ ചെല്ലുക, അലസമായി പള്ളിയിൽ നിൽക്കുക, ചുമ്മാ ഉറക്കം തൂങ്ങുക, ഇങ്ങനെയുള്ളൊരു മരവിപ്പാണോ? പരിശുദ്ധ കുർബാനയുടെ അമ്മയായ മറിയത്തോട് പ്രാർത്ഥിക്കുക. അമ്മ നമ്മളെ കുർബാന തീഷ്ണത നൽകി വളർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ കൂടാതെ എനിക്കും നിനക്കും കുർബാനയോട് തുറവി ഉണ്ടാകുകയില്ല. ഒന്ന്, പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ അമ്മ തിരുസഭയുടെ രാജ്ഞിയാകയാൽ അമ്മയെ മുറുകെ പിടിക്കാതെ തിരുസഭയോട് ഒരിക്കലും നമുക്ക് തുറവി ഉണ്ടാകുകയില്ല. തിരുസഭ മാതാവിനോട് സ്നേഹമുണ്ടാകുകയില്ല. ഈ കാലഘട്ടത്തിൽ സാത്താൻ ചെയ്യുന്ന വലിയൊരു കെണിയുണ്ട്. എന്നല്ലേ? നമ്മളെ സഭയോട് വിയോജിപ്പുണ്ടാക്കുക, അധികാരികളോട് നമുക്ക് വിദ്വേഷം ഉണ്ടാക്കുക, മെത്രാനെ വിമർശിക്കുക, വൈദ്യരെ കുറ്റം വിളിക്കുക. അല്ല, അങ്ങനെ നമ്മളെ സഭയോട് എതിർപ്പുണ്ടാക്കുന്ന ഒരു മനോഭാവം പ്രിയരെ സാത്താൻ ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയണം, സഭയാണ് നമ്മളെ വളർത്തിയത്. സഭയിലൂടെ ഒഴുകിയിറങ്ങുന്ന കൂദാശകളാണ് നമ്മളെ വളർത്തുന്നത്. പരിശുദ്ധ കുർബാന, കുമ്പസാരം, ഇതൊക്കെ നമുക്ക് ബലം നൽകുന്നു, വരപ്രസാദം നിറയ്ക്കുന്നു. ആയതിനാൽ പ്രിയരെ, നമ്മൾ സഭയെ സ്നേഹിക്കണം, വൈദികരെ ആദരിക്കണം, സ്നേഹിക്കണം, വിമർശിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള തുറവുണ്ടാകാൻ തിരുസഭ രാജ്ഞി നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. 1-2 ആശയം കൂടി മാത്രം ഞാൻ പങ്കുവെക്കുന്നു. 1912, അതായത് 12-ാം നൂറ്റാണ്ടിൽ പ്രിയരെ, സഭയിൽ വലിയ ഒരു തെറ്റായ പാഷണ്ഡത, അതായത് തെറ്റായ സിദ്ധാന്തം പടർന്നിറങ്ങി സഭയിൽ. അത് സഭയെ, വിശ്വാസികളെ വഴിതെറ്റി. നമുക്കറിയാം, അന്നും ഇന്നുമൊക്കെ തെറ്റായ പഠനങ്ങളുണ്ട്. ഈ മരിയ ഭക്തി എന്ന് പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണമേ, സഭയോട് ചേർന്ന്, സഭാ അധികാരത്തോട് വിധേയപ്പെട്ട്, സഭാ പ്രബോധനോട് ചേർന്ന മരിയ ഭക്തിയാണ് നമ്മളെ സ്വർഗീയ അഭിഷേകത്തിലേക്ക് നയിക്കുകയുള്ളൂ. വലതുകരമൂർത്തി ഹല്ലേലൂയ. അങ്ങനെ പാഷ്ണത ഉണ്ടായപ്പോൾ ഡോമിനിക് എന്ന് പറയുന്ന ഒരു വന്യനായ മനുഷ്യൻ മുട്ടുകുത്തി ഉപവസിച്ച് സഭയിൽ പുതിയ ദൈവീക ജ്ഞാനവും ദൈവീക വെളിപാടും പരിശുദ്ധാത്മ നിറവുണ്ടാകാൻ വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ജപമാല രാജ്ഞി പ്രത്യക്ഷപ്പെട്ടു. ജപമാല രാജ്ഞി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഡോമിനിക്കേ, ഈ കാലത്തെന്നല്ല, എല്ലാ കാലങ്ങളിലും സഭയ്ക്കെതിരെ സാത്താൻ ആക്രമിക്കുമ്പോൾ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. കൂട്ടായ്മയിൽ ഇരുന്നു കൊണ്ട് ശക്തമായി ജപമാല ചൊല്ലുമ്പോൾ സർവ്വ തിന്മയുടെയും അന്ധകാര ശക്തിയുടെയും കോട്ടകൾ തകർന്നടിയും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ജപമാലയുടെ മഹോന്നതമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ നീ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് ജപമാല ചൊല്ലുമ്പോൾ ലഭ്യമാകുന്ന 15 വാഗ്ദാനങ്ങൾ ഇതാ അമ്മ പഠിപ്പിക്കുകയാണ്. ആ വാഗ്ദാനങ്ങൾ മാത്രം വായിച്ച് ഞാൻ പിൻവാങ്ങുന്നു.
ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവർക്ക് വിശുദ്ധ ഡൊമിനിക്കിലൂടെ പരിശുദ്ധ കന്യാമറിയം നൽകിയ 15 വാഗ്ദാനങ്ങൾ. 1, എൻ്റെ ജപമാല ഭക്തിപൂർവം ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും വലിയ കൃപകളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. 2, എൻ്റെ ജപമാല ഭക്തിപൂർവം ചൊല്ലുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയ കൃപകൾ ലഭിക്കുന്നതാണ്. 3, സാത്താനീയ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ആയുധമായിരിക്കും ജപമാല. ഇത് തിന്മകളെ ഉന്മൂലനം ചെയ്യാൻ ശക്തമാണ്. 4, പുണ്യവും സൽപ്രവൃത്തികളും തഴച്ചു വളരാൻ ഈ ജപമാല പ്രാർത്ഥന സഹായിക്കും. 5, എൻ്റെ ജപമാല ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അർപ്പിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. 6, എൻ്റെ ജപമാല ഭക്തിപൂർവം ചൊല്ലുന്നവർക്ക് ഒരിക്കലും ദുർമരണമോ ദൗർഭാഗ്യമോ ഉണ്ടാവുകയില്ല. 7, എൻ്റെ ജപമാലയോട് ഭക്തിയുള്ളവർക്ക് അവർ ഒരിക്കലും കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. 8, എൻ്റെ ജപമാല ചൊല്ലുന്ന വിശ്വസ്ത പുലർത്തുന്നവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും വരപ്രസാദം അനുസ്യൂത ഒഴുകിക്കൊണ്ടിരിക്കുക അവരുടെ ജീവിതത്തിൽ. 9, ജപമാല പ്രാർത്ഥന ഭക്തിയോടെ അർപ്പിക്കുന്ന ആത്മാക്കളെ എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ കരയേറ്റുവാൻ സ്വർഗം എന്നെ നിയോഗിച്ചിരിക്കുന്നു. 10, എൻ്റെ ജപമാല പ്രാർത്ഥന മക്കളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യവും അനന്തമായ കൃപകളും സായത്തമാക്കും. 11, എൻ്റെ ജപമാല പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ലഭിക്കും. 12, എൻ്റെ ജപമാല പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കൂടെ ഉണ്ടാകും. 13, ജപമാല ഭക്തർക്കെല്ലാം ജീവിതത്തിലും മരണത്തിലും സ്വർഗീയ മധ്യസ്ഥരെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. 14, വിശ്വസ്തയോടും ഭക്തിയോടും ജപമാല ചൊല്ലുന്നവർ എൻ്റെ മക്കളും എൻ്റെ പുത്രൻ്റെ സഹോദരരുമായിരിക്കും. 15, എൻ്റെ ജപമാലയോടുള്ള ഭക്തി നിത്യരക്ഷയുടെ അടയാളമായിരിക്കും. എൻ്റെ പ്രിയരെ, ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ പരിശുദ്ധ അമ്മ നൽകുന്നു. കാരണം ഇത് ദിവ്യ രഹസ്യങ്ങളാണ്. ഈശോയുടെ ജനനവും പരസ്യജീവിതവും പീഡാസനവും മരണവും സംസ്കാരവും ഉത്ഥാനവും നമുക്കറിയാമല്ലോ. മംഗളവാർത്ത അത് ആരംഭിക്കുന്നു ഈശോയുടെ ജനനം. പിന്നെ നമുക്കറിയാം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളാണ് പോകുന്നത്. പരസ്യജീവിതം, പിന്നെ ദുഃഖരഹസ്യങ്ങളാ ഈശോയുടെ പീഡാസഹനം, മരണം, പിന്നെ മഹത്വ അവൻ്റെ ഉത്ഥാനം, പിന്നെ പരിശുദ്ധാത്മ ആഗമനം. അതേ പ്രിയരെ, അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഈശോയുടെ സുവിശേഷ സംഗ്രഹത്തിൻ്റെ നിറവായി മാറും. വചനം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവായി. അതുകൊണ്ട് തിരിച്ചറിയുക വിശ്വാസികളെ കേൾപ്പിൻ, ശക്തിയുമുയിരും പകരും മൊഴികൾ മോദാൽ. എന്താ അർത്ഥം? വിശ്വാസികളെ നിങ്ങൾ കേൾക്ക്, ശക്തിയും ഉയരും. ശക്തി കാണോ? ബലം വേണോ? ഈ മൊഴി കേക്ക്. മൊഴി എന്താ? വചനമാ. വചനം ശക്തി തരും നമുക്ക്. വചനം നമ്മളെ ബലപ്പെടുത്തും, നമുക്ക് ജീവൻ തരും. അതുകൊണ്ട് ആ വചനം യഥാവിധി സഭാത്മമായി ഹൃദയത്തിൽ നിറയണോ? വചനം നിറച്ച പരിശുദ്ധ അമ്മ, വചനം ഹൃദയത്തിലും ഉദരത്തിൽ നിറച്ച അമ്മയോട് ചേരുമ്പോഴാണ് വചനം നമുക്ക് ഹൃദയത്തിൽ അനുഭവമായി അഭിഷേകമായി മാറുന്നത്. വിശ്വാസം വേണോ? ജീവിതത്തിൽ വിശ്വാസം വേണോ? ഈ അമ്മ പഠിപ്പിക്കണം. ചുരുക്കത്തിൽ പ്രിയരെ, അമ്മ പഠിപ്പിക്കാത്തതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തം. ഒരു എളിയ വിശ്വാസി, ഒരു സഭയുടെ കുഞ്ഞെന്ന നിലയിൽ ഞാൻ ഉറപ്പായി പറയുന്നു, ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ജപമാല ചങ്ങല തീർത്ത് പരിശുദ്ധ അമ്മയുടെ പൊന്നുമക്കൾ ഒന്ന് അണിചേർന്നാൽ തീരുന്നതേ ഉള്ളൂ ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിന് സാധ്യമാണോ? അതിന് സാധ്യമല്ല. അവിടെ പ്രശ്നം. അത് ഭിന്നിപ്പിക്കൂ അതിന്. എന്നാൽ ഈ ജപമാല എന്ന ശക്തമായ ആയുധം നമുക്കറിയാം. നമ്മുടെ ഈ ആലയത്തിൻ്റെ തന്നെ സഹമധ്യസ്ഥന വിശുദ്ധ പാദ്രേ പിയോ തൻ്റെ പ്രഭാതത്തിലേക്ക് കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് 30-40 ജപമാല ചൊല്ലുമായിരുന്നു അദ്ദേഹം. ഇന്നലെ രാത്രി ഉറക്കമില്ല. അത്രയും അമ്മയെ സ്നേഹിച്ചു. അമ്മയെ സ്നേഹിച്ച ആ മകൻ പരിശുദ്ധ കുർബാനയുടെ നേർസാക്ഷ്യമായി മാറി. പാദ്രേ പിയോ കുർബാന അർപ്പിക്കുന്നത് മണിക്കൂർ എടുക്കും. കാരണം അതിൻ്റെ ഓരോ രഹസ്യവും ധ്യാനിച്ചുകൊണ്ട് ഈ ചെറുതായി മാറുന്ന അപ്പമാണല്ലോ ലോകപ്രപഞ്ച സൃഷ്ടാവെന്ന് നോക്കി വിങ്ങി കരഞ്ഞ് ആ ബലി അർപ്പിക്കുമ്പോൾ ദേശാന്തരങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും 10,000 കണക്കിന് ആളുകൾ
ഒന്ന് ആ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കും. കാരണം ആ ബലിപീഠത്തെ ഒരുക്കുന്നവൾ പരിശുദ്ധ മറിയമാണ്. ഹല്ലേലൂയ. അമ്മയുടെ പൊന്നുമോനായിരുന്നു പാദ്രെ പിയോ മാത്രമല്ല, സഭയിൽ ഏതെല്ലാം വിശുദ്ധരുണ്ടോ അവരെല്ലാം പരിശുദ്ധ അമ്മയുടെ പൊന്നുമക്കളായിരുന്നു. ഇതാ നമുക്കറിയാം, ഒരു പുസ്തകം കയ്യിലുണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനം. അതിന്റെ അവസാന ഭാഗത്ത് അമ്മയുടെ പൊന്നുമോനായ ജോൺ പോൾ പാപ്പ പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പാപ്പ പറയുന്നു, എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇത്രയും ലളിതവും എന്നാൽ ഏറെ സമ്പന്നവുമായ ഈ പ്രാർത്ഥന ക്രൈസ്തവ സമൂഹം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞ അർത്ഥം എന്താ? നഷ്ടപ്പെട്ടു പോയെന്ന അർത്ഥം. അത് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പാപ്പ പറയുന്നു, എൻ്റെ പ്രിയ സഹോദരരായ മെത്രാന്മാരെ, വൈദികരെ, ദീക്കന്മാരെ, വിവിധ ശുശ്രൂഷകളുള്ള അജപാലന സഹായികളെ, ഞാൻ പ്രത്യേകമായി നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ജപമാല നിങ്ങൾ പ്രഘോഷിക്കുക, ജപമാല നിങ്ങൾ മനനം ചെയ്യുക, ജപമാലയ്ക്ക് നിങ്ങൾ സാക്ഷ്യം നൽകുക, ജപമാല പ്രാർത്ഥന ചൊല്ലി ജീവിതം സമ്പന്നമാക്കുക. വീണ്ടും പറയുന്നു, എൻ്റെ ദൈവശാസ്ത്രജ്ഞന്മാരെ, ഞാൻ എൻ്റെ പ്രത്യാശ നിങ്ങളിൽ അർപ്പിക്കട്ടെ. ദൈവമാതാവിൻ്റെ ജപമാലയെ നിങ്ങൾ ഉച്ചൈസ്തര്യം പ്രഘോഷിക്കുവിൻ. വീണ്ടും പാപ്പ പറയുന്നു, എൻ്റെ സമർപ്പിത സഹോദരന്മാരെ, മറിയത്തിൻ്റെ ശിക്ഷ സമൂഹത്തിൽ യേശുവിൻ്റെ തിരുമുഖം ധ്യാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ജപമാലയെടുത്ത് ദുഷ്ടാരൂപിക്കെതിരെ പോരാടുക. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്.